സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് അടിത്തറയിട്ട ഒന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നമുക്കിന്ന് നോക്കാം. പഞ്ചവത്സര പദ്ധതികൾ ഒരു രാഷ്ട്രത്തിൻ്റെ വിഭവങ്ങൾ എങ്ങനെ വിനിയോഗിക്കണമെന്ന് വിശദമാക്കുന്നതാണ് പദ്ധതി. കേന്ദ്രീകൃതവും സമഗ്രവുമായ ദേശീയ സാമ്പത്തിക പരിപാടികളാണ് പഞ്ചവത്സര പദ്ധതികൾ. ആരംഭിച്ച വർഷം 1951. ഉപജ്ഞാതാവ് ജവഹർലാൽ നെഹ്റു. പഞ്ചവത്സര പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും ആസൂത്രണ കമ്മീഷൻ. പ്രധാന ലക്ഷ്യങ്ങൾ: സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നോക്കാം. 1951 മുതൽ 1956 വരെയാണ് കാലയളവ്. പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. 1951 ഡിസംബർ 8. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1. അറിയപ്പെടുന്ന പേര് ഹരോൾഡ് ഡോമർ മാതൃക. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളിയാണ് KN രാജ്. പ്രഥമ പരിഗണന ലഭിച്ചത് കൃഷിക്ക്. ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണിത്. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപം പ്രസിദ്ധീകരിച്ചത് 1951 ഡിസംബർ. ഇന്ത്യ ആദ്യ 2 ദശകങ്ങളിൽ സാവധാനം മുന്നേറണം എന്നും ദ്രുതഗതിയിലുള്ള വികസനം ജനാധിപത്യത്തെ അപകടത്തിലാക്കുമെന്നും വാദിച്ചത് KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് രാജ്യത്തെ ദാരിദ്ര്യ ചക്രത്തിൽ നിന്നും മോചിപ്പിക്കുക എന്നതായിരുന്നു. 1952 ഒക്ടോബർ 2 കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, കുടുംബാസൂത്രണം എന്നിവ ആവിഷ്കരിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയോട് അനുബന്ധിച്ചാണ്. UGC നിലവിൽ വന്നത് 1953 ഡിസംബർ 28. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 5 IITകൾ നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന അണക്കെട്ടുകളാണ് ബക്രാനങ്കൽ, ഹിരാക്കുഡ്. ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട പ്രതിവർഷ സാമ്പത്തിക വളർച്ചാ നിരക്ക് 2.1% ആയിരുന്നു. എന്നാൽ പദ്ധതിയുടെ അവസാനത്തിൽ ഇന്ത്യ കൈവരിച്ച യഥാർത്ഥ വളർച്ചാ നിരക്ക് 3.6% ആണ്. ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഈ പഞ്ചവത്സര പദ്ധതി കാലത്ത് ഉണ്ടായി. ഭൂപരിഷ്കരണത്തിന് പരിഗണന നൽകി. അടിസ്ഥാന ലക്ഷ്യങ്ങൾ ആയിരുന്ന ദാരിദ്ര്യ ചക്രത്തിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കുക, ദേശീയ വരുമാനം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ ഈ പദ്ധതി പൂർണ്ണമായി വിജയിച്ചില്ല. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങൾ ആണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. ബക്രാനങ്കൽ അണക്കെട്ടിൻ്റെ ഉദ്ഘാടന വേളയിലാണ് അദ്ദേഹം ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത്. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയ ഒന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ. ഇനി വ്യവസായവൽക്കരണത്തിന് ഊന്നൽ നൽകിയ രണ്ടാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.